എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീട് കാക്കനാട് പരിസരത്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കാക്കനാട് VSLൻ്റെ അടുത്താണ് എൻ്റെ വീട്. അപ്പോൾ ആ പരിസരങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ പിടിച്ച് വെച്ചിട്ട് കുറച്ച് നാളായി. പണ്ടൊക്കെ ഇവിടെ റോഡാണെങ്കിലും ചെറിയ ചെറിയ റോഡുകളായിരുന്നു. ഇപ്പോൾ റോഡിനെല്ലാം വീതി കൂട്ടി പിന്നെ ടൈലൊക്കെ ഇട്ടേക്കണ റോഡാണിപ്പോൾ. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഫ്ലാറ്റുകളും വന്നു. നേരത്തെ ഇവിടെ റബ്ബർ തോട്ടമായിരുന്നു. റബ്ബർ തോട്ടവും പാടങ്ങളൊക്കെ ആയിരുന്നു. പാടവും റബ്ബർ തോട്ടമൊക്കെ ഒന്നും ഇല്ലാതെയായി. ഇപ്പം പുതിയ പുതിയ ഫ്ലാറ്റുകൾ വന്നു, വില്ലകൾ വന്നു. അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നു. അപ്പം ഞാൻ ഇതുകൂടി ഈ വഴിയോട് നടക്കുമ്പോൾ ഞാൻ പലതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന സ്ഥലത്ത് പണ്ടൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലേ ഇരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ ഫ്ലാറ്റ് വന്നപ്പോഴൊക്കെയാണെങ്കിലും അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോകാൻ ഓരോ പേരാണ്. പണ്ട് ഇവിടെ VSL എന്നല്ലായിരുന്നു പേര്, വടാച്ചിറ എന്നായിരുന്നു പേര്. ആ വടാച്ചിറയൊക്കെ ആരും തന്നെ അറിയില്ല. VSL എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. VSL എന്ന് വെച്ചാൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഓഫീസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കുറേ ഫ്ലാറ്റുകളുണ്ട്. എല്ലാം ഈ വീഡിയോയിൽ കൂടി കാണിച്ചു തരാം. ഇന്ന് പിടിക്കില്ലേ കാല കൂട്ടി എന്ത് പതുക്കെ നടക്കണം നടക്കും. അയ്യോ വേറെന്തൊരു പേര് മറന്നു പോയില്ല. തേരകം ആരോ ഉള്ളത് തേരകത്തിനല്ല എരിക്കല്ല തേരകത്തിനല്ല. ഇവിടെ പശു ഞാൻ പറഞ്ഞില്ലേ മീൻ തേക്കണം. അതാണ് തേരകം. ആ ഞാൻ ഇവിടെ വരെയും കയറി ഇവിടെ പിടിക്കും. പിന്നെ അച്ഛൻ്റെ അച്ഛനൊക്കെ താമസിച്ചിരുന്ന സ്ഥലം ഈ ഭാഗത്തായിരുന്നു. ഇപ്പോൾ നേരത്തെ ഇത് റബ്ബറും തോട്ടമായിരുന്നു. അതിന് മുന്നേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. 10-60 വർഷം മുന്നേ. അത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 70 അങ്ങോട്ട് വർഷങ്ങളായി കാണുമായിരിക്കും. ആണല്ലേ. അപ്പം അതിന് മുമ്പ് താമസിച്ചത് ഇവിടെ ഇങ്ങനെ ചെറിയ കയ്യാല് ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ മതിലൊന്നും ഉണ്ടായില്ല. അപ്പം അവിടെ ഒരു വീട്ടുകാർ മാത്രം താമസിക്കുമായിരുന്നു അകത്ത്. അതിനുശേഷമാണ് മാടപ്പറമ്പിൻ്റെ സ്ഥലമായിട്ട് പിന്നെ അവരവിടെ നിന്ന് മാറ്റിയത്. പിന്നെ അവരവിടെ അപ്പുറത്ത് വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അവർ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ കുറേ മാവും മരങ്ങളും മറ്റേ ആഞ്ഞിലി അങ്ങനെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ 90 വർഷം മുൻപാണ് ഇവിടെ താമസിച്ചിരുന്നത്. അച്ഛൻ്റെ അമ്മയും എല്ലാവരും കൂടി ഈ കുടുംബത്താണ് താമസിച്ചിരുന്നത്. അത് പഞ്ചായത്ത് കുടുംബമെന്ന് എന്താ ഒരു പേര് പറയണം. അന്ന് ഇവിടെ മതിലൊന്നുമില്ല. കയ്യാല പോലും ഉണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ വകഞ്ഞു വെച്ചേക്കുന്ന സ്ഥലമായിരുന്നു. അപ്പം അന്നേരം കുറേ വൃക്ഷങ്ങളൊക്കെ കുറച്ചെന്ന് വെച്ചാൽ ആഞ്ഞിലി മാവ് എല്ലാം വെച്ചാൽ കുറേ മരങ്ങളൊക്കെ നട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിരുന്നു ഒരു വീടുണ്ടായിരുന്നെന്ന് പറയണത്. ഞാൻ വരുമ്പോഴാണ്. കാരണം ഞാനിപ്പോൾ 40-45 വർഷമായി എന്നോട് കല്യാണം കഴിച്ചിരുന്നത്. അന്ന് അതിന് തറ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അച്ഛനൊക്കെ പറയുമായിരുന്നു ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് പഴയകുടി. പഴയകുടിയിലെ ആണെന്ന് പറഞ്ഞാണ് അച്ഛനമ്മയൊക്കെ. ഒരു പാറയൊക്കെ ഉണ്ടായില്ല, പാറ പോലെ. പാറ ഇവിടെ ഉണ്ടായില്ല. അത് ഇല്ല, അത് അവരുടെ തറയായിരുന്നേ. ആ വല്യാച്ചന് വല്യമ്മ താമസിച്ചിട്ട് ഒരു എന്താ പറയാ ഒരു കല്ല് പോലത്തെ വലിയ ഇവിടെ ഇവിടെയാണ് താമസിച്ചെന്നൊക്കെ പറഞ്ഞാണ് അടയാളെന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥലം മാടപ്പറമ്പ് മുതലാളിയുടെ സ്ഥലമാണ് ഈ സ്ഥലം. അപ്പൊ നേരത്തേക്ക് മൊത്തം റബ്ബറും തോട്ടം വരുന്നത്.
റബ്ബറൊക്കെ ആയിരുന്നു. ഇപ്പൊ അതിന്റെ റബ്ബറെല്ലാം വെട്ടിക്കളഞ്ഞ് അപ്പുറ സൈഡ് പൈനാപ്പിളും ഈ ഭാഗത്തായിട്ട് കശുമാവ് പിന്നെ കുറെ വൃക്ഷങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. എന്തൊക്കെയാന്ന് അതിന്റെ അകത്ത് ഇപ്പൊ കയറാറില്ല, അങ്ങനെ അറിയാൻ പറ്റില്ല. പണ്ട് ഞങ്ങള് റബ്ബറൊക്കെ പഠിക്കാൻ വേണ്ടി റബ്ബറിന്റെ പിന്നെ ഇത് ഈ തോട്ടം നോക്കിക്കൊണ്ടെന്ന് വെച്ചത് ജോയിച്ചേട്ടനായിരുന്നു. അപ്പൊ ജോയിച്ചേട്ടൻ ആഴ്ചയിലെ മാസത്തിലെ വീട്ടിൽ പോകുന്നത്. ആ സമയത്ത് ഈ പരിസരത്തുള്ള ആൾക്കാരൊക്കെ റബ്ബർ അടിക്കാനൊക്കെ ആയിട്ട് വരും. തോട്ടിക്കൊണ്ടൊക്കെ വരും. അതായത് വലിച്ചാച്ചനും മറ്റേ കുഞ്ചാച്ചനൊക്കെ അതിന്റെ മുകളിൽ കയറി വിറക് ഇങ്ങനെ വാക്കത്തിക്കൊണ്ടൊക്കെ വെട്ടി താഴ്ത്തിടും. അങ്ങനെ കുറെ വിറകൊക്കെ കിട്ടും. അതായിരുന്നു ഈ നമുക്ക് ഗ്യാസ് സിലിണ്ടർ ഒന്നും ഇല്ലാത്ത കാലഘട്ടമായിരുന്നല്ലോ, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായി പറയണത്. പിന്നെ ഈ കാണുന്ന സ്ഥലമല്ലേ ഇപ്പറ ഈ കാണുന്നത്, ഇത് മൊത്തം സിനിമാ നടി ഉണ്ണിമേരിയുടെ റബ്ബറും തോട്ടമായിരുന്നു. ഇത് മൊത്തം ഇങ്ങനെ അങ്ങറ്റം വരും ഉണ്ണിമേരിയുടെ റബ്ബറും തോട്ടമായിരുന്നു. ഇപ്പം റബ്ബറെല്ലാം വെട്ടിക്കളഞ്ഞ് ഇപ്പം ഇവിടെ എന്താണ് ഫാമാണ് നടത്തുന്നത്, പശു ഫാം. ഇപ്പം നമ്മളവിടെ ഒന്ന് പോകുന്നപ്പോൾ കണ്ട പശു ഫാമില്ലേ, അത് പശു മാത്രമല്ല കോഴിയുണ്ട്. കോഴി കോഴി ഫാം ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്. എല്ലാം മതിൽ വെച്ച് കെട്ടിയേക്കൊണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് അകത്ത് കയറിയാലെല്ലാം കാണാൻ പറ്റുള്ളൂ. അങ്ങോട്ട് നമ്മൾ അകത്ത് കയറി വാഴയുണ്ട്, വാഴ ഇപ്പം കാണാം. പിന്നെ പയറ് അങ്ങനെ കുറേ പച്ചക്കറി കൃഷികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആൾക്കാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. ഓരോന്ന് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ പാല് വാങ്ങിക്കും, അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നത്. പാല് വാങ്ങിക്കും. ഞാൻ പറഞ്ഞതാ പാല് വാങ്ങിക്കുന്നു. അന്ന് ഇവിടെ ചെറിയ റോഡ്, നേരത്തെ ചെറിയ റോഡായിരുന്നു കേട്ടോ, ഒരു ചെറിയ തൊണ്ട് പോലത്തെ റോഡാണ്. ഇത്ര വീതിയൊന്നും ഉണ്ടായില്ല. വീടാണ് ഇത്ര വീതി കൂട്ടിയത്. പിന്നെ ഓരോ കെട്ടിടങ്ങളിൽ DLF ആയിട്ടൊന്നുമില്ല. അന്ന് അവിടെ കുറച്ച് ഭാഗം നടക്കുന്ന സ്ഥലമാണത്. കശുവണ്ടി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോഴത്തെ വീട്ടിലില്ലേ, നമ്മുടെ വീട്ടിലെ കൃഷ്ണമാവ് ഇതില് കശുമാവ് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായതാണ് കശുമാവ്. അതെ കശുമാങ്ങ ചുമന്ന എന്തോ ഒരു പ്രശ്നമാണ് നമ്മുടെ വീട്ടിൽ. പിന്നെ ഇവിടെ ഇല്ലേ പതി ഉണ്ടായിരുന്നു. നേരത്തെ ഒരു പതി ഉണ്ടായിരുന്നു. ഇവിടെയാണ് പതിയായിരുന്നു. അത്ര മകൻ നേരത്തെ ഇന്നാൾ വരെ ഒന്നും പറ്റിയിട്ടുണ്ടായില്ല. കുറെ മരങ്ങളൊക്കെ ഇങ്ങനെ വഴിയൊക്കെ ഇവിടെ ശരിയാക്കി. ഇനിയിപ്പോ ഇതൊക്കെ തെളിയാൻ പോവല്ലേ, ഈ കാണുന്നതൊന്നും ഉണ്ടാവൂല. മൊത്തം മാറിയില്ല. ഇതിപ്പോ കുറച്ച് കഴിഞ്ഞ ഓണത്തിനൊക്കെ വരുമ്പോ ഇവിടെ എന്ത് പണിയാണ് അവിടെ? വീടാ? അപ്പൂസ ഈ വഴി പോയപ്പോഴാ അപ്പൂസ വീണതെന്ന്. ഈ റോഡ് ശരിയാക്കി തോന്നുന്നു. ഞാൻ കാണുന്ന ഭാഗം കണ്ടോ, അങ്ങ് അറ്റം തുടങ്ങി ഇതേ അവിടം വരെയും മാടപ്പറമ്പന്റെ സ്ഥലമായിരുന്നു. ഇത് മാടപ്പറമ്പൻ മുതലാളിയുടെ സ്ഥലമായിരുന്നു മൊത്തം. ആ പാടമൊക്കെ മാടപ്പറമ്പന്റെ ആയിരുന്നു. പിന്നെ അവരുടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരു ഓടുമ്പര അവിടെ ഉണ്ടായിരുന്നു അവരുടെ. എന്താ അവിടെ വീടുണ്ടാ? ഞാൻ പോയിട്ടില്ല ഈ വഴി. ഈ വഴി മാത്രമേ കാണുമ്പോ ഈ സ്ഥലം കാണുമ്പോ ഒരു പ്രേതാലയം പോലെ ഉണ്ടല്ലോ. ഷോർട്ട് ഫിലിം പിടിക്കാൻ പറ്റിയ ഇവിടെ വെച്ചാണ് ഞാൻ എൻ്റെ കവിത ഞാൻ എഴുതിയത്. ഈ പുല്ലിൻ്റെ അല്ല, അന്ന് ഞാനിവിടെ പണിയെടുത്തുകൊണ്ട് ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഞാൻ അച്ഛൻ്റെ കവിത ഞാൻ മനസ്സിലേക്ക് കുറിച്ചിട്ടത്. മൊത്തം വേസ്റ്റാ. വേസ്റ്റാണ്. വേസ്റ്റ് ആവുന്ന സ്ഥലമാണ്. ഇനിയിപ്പോൾ വേസ്റ്റ് ഒന്നും ഇടാൻ പറ്റില്ല ആർക്കും. പണിയൊക്കെ മൊത്തം പിടിച്ചോട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്ലാറ്റിൻ്റെ അകത്ത്. പേരെന്താ? ശ്രദ്ധ. സ്കൂളിൽ നിന്ന് പോയല്ലേ? വീട് പോയി കാണുന്നത്. പറഞ്ഞാ ഇൻഫോ പാർക്ക് കാണാൻ പറ്റും. മറ്റേ അവിടുത്തെ ഫ്ലാറ്റ് കണ്ട ആ രണ്ട് പറഞ്ഞു അസറ്റിന്റെ നടുക്കായിട്ട് കെട്ടിടത്തിന്റെ അസറ്റിന്റെ രണ്ട് കെട്ടിടത്തിന്റെ ഇടയിലായിട്ട് ഇൻഫോ പാർക്ക് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ തൊട്ടടുത്തായിട്ടാ തോന്നുന്നത്. നമ്മുടെ വീടിന്റെ മേളിൽ 2 കിലോമീറ്റർ ഉണ്ടോ? 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അവിടെ വരെ അത്രയും ഇതുവഴി കാണുമ്പോ സുഖമാണ്. അപ്പുറം ചുറ്റി പോകണ്ടേ? എന്നാലും അധികമല്ലല്ലോ, 2 കിലോമീറ്റർ ഉള്ളൂ. നമ്മുടെ വീടിന്റെ മേളിൽ നോക്കുമ്പോഴും കാണാൻ പറ്റൂലേ? ഇവിടെയാണ് മാടപ്പറമ്പിന്റെ വീടുണ്ടായിരുന്നത്. വീട് എവിടെ? പോയി എടുത്ത കളഞ്ഞു പോയി.
പിന്നെ അവിടെ റബ്ബർ ഷീറ്റൊക്കെ അടിച്ചിട്ട് റബ്ബർ ഷീറ്റ് അടിക്കാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മേപ്പള്ളിയിലെ കുഞ്ഞേസപ്പെട്ടനൊക്കെയാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇവിടുത്തെ ആൾക്കാരനൊക്കെ കാണാൻ പറ്റും. ഇതേ ഒരാൾ പോണുണ്ട് എവിടെ? ഇവിടെ നിലമ്പതിലേക്ക് പോണ റോഡാണ്. അതുവഴി നിലമ്പതിയിലേക്ക് പോകാം. ഇൻഫോ പാർക്കിലേക്കും പോകട്ടെ. ഈ വഴി ഇൻഫോ പാർക്കിലേക്കും നിലമ്പതിയിലേക്കൊക്കെ പോകണം. ആ പച്ച ഷീറ്റ് ഇട്ടങ്ങനെ അതിന്റെ പച്ച ഷീറ്റ് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഭാഗത്ത് കൂടിയാണ് റോഡുള്ളത്. ആ റോഡുള്ളത്. അല്ല ദേ അവിടെ താഴെ ഒരു റോഡ് ഇരിക്കണ്. അത് അവിടെ ഇതിനകത്ത് വേണ്ടിയുള്ളതായിരിക്കും. റിഫൈനറി ഇവിടെ കാണാം. ശരിയായിരുന്നു. ഇവിടെ ഈ കെട്ടിടക്കാര് പണ്ട് റിഫൈനറി കൊച്ചിൻ റിഫൈനറിയേ നമ്മൾ ഇന്നാള് FICT-യിലൊക്കെ പോയി പോയ അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റൂല. ചേച്ചി ഇത് 2 സൈസിലുള്ള പുല്ലുണ്ട് കണ്ട. എവിടെ 3 സൈസ്? ഇത് കുറച്ച് മഞ്ഞയാണ്. ഇങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്. വേണ്ട പിന്നെ അല്ലേ ഈ സാധനത്തിന് പുഴിച്ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പേരെന്താണെന്ന് അറിയാൻ പാടില്ല. ഇതെങ്ങനെയിട്ട് കാണിക്കും. പിന്നെ അത് കൂടാണ്ട് അതെ ഈ സാധനം എടുത്തേ. ഇതാണ് എടുത്തേ. ചെറിയ അതാണ് ചെറിയ മുഴുവന് പൊഴിക്കണത്. അപ്പൊ പറഞ്ഞ പുഴിച്ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പേരെന്താന്ന് അറിയില്ല. പറ്റില്ല അമ്മച്ചിക്ക് കയ്യും കാലും ഒടിഞ്ഞ് ഇന്ന് പോക്കുണ്ടാവൂല കേട്ടാ. ഇവിടെ ഇതൊക്കെ മാടപ്പറമ്പല്ലേ തന്നെയായിരുന്നു. ഇതൊക്കെ പണ്ട് ഈ റോഡൊന്നും ഉണ്ടായില്ലായിരുന്നു. ഇച്ചിരി ചാല് പോലെ ഉണ്ടാവുള്ളൂ. ആൾക്കാർക്ക് നടന്നു കയറാൻ പാകത്തിന് മാത്രം. ഇപ്പൊ ഓരോ പ്ലോട്ടായിട്ട് തിരിച്ചിട്ട് സ്ഥലമൊക്കെ വിൽക്കുകയാണ്. ഈ സ്ഥലമൊക്കെ വിൽക്കാനിട്ടേക്കണതാണ്. ഇവിടെ ഈ ഓട്ടയുടെ അത് പാമ്പുണ്ടാവോ? ഉണ്ടാവും. കൊത്തിനകത്തൊരു ചെറിയ കിളീനെ പിടിച്ചതാണ് കൂട്ടാങ്കിരി. ഭായും പാമ്പാകത്ത്. ഇവിടെ മണ്ണെടുത്താണ് കേട്ടോ. ഇത്ര പൊക്കത്തിന് തന്നെ ഉണ്ടായതായിരുന്നു ഇവിടുത്തെ സ്ഥലം. വീട് ഇതിപ്പോ താന്ന് വെച്ചാൽ ഇവിടെ മണ്ണെടുത്തേക്കണോണ്ട് അപ്പുറത്ത് കുറച്ച് ആൾക്കാർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അത് കുറേ കേട്ടോ. മൈപ്പിളിക്കാരുടെ വീടാണ് ആ കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് പണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് വച്ചാല് ചവിട്ടി കൂട്ടിക്കളയല്ലേ. ഇത് ചിക്കൻ ഗുനിയ. ചിക്കൻ ഗുനി വന്നപ്പോഴത്തേക്കും ഏറ്റവും ഉപകാരപ്പെട്ട ഒരു മരുന്നായിരുന്നു അത്. ഇത് ഈ എന്താണ് ചിക്കൻ ഗുനിയെന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പച്ചല വെച്ചിട്ട് പണ്ട് ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ കയ്യും കാലൊക്കെ മൂന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് ആയിരുന്നു ഇത്. ഇതിങ്ങനെ തിരുമ്മും. അതിനകത്തുനിന്നൊരു ചെറം വരും പച്ച കളറ്. അപ്പം അത് മുറിയിൽ പറ്റും. ഭയങ്കര വീട്ടിലായിരിക്കും. പോത്തല്ലേ കൊല്ലു ആരെങ്കിലും ചോപ്പിട്ടിട്ടുണ്ട്. മാറി മാറി അവിടുന്ന്
അപ്പൂസ് ചുമപ്പിട്ടോണ്ട് വന്നു. അതിന്റെ തലയെ കാട്ടി എനിക്ക് പേടിയാവണം. ചൊമ്പ് പേടി അവന് ഇതായിരിക്കും അല്ലേ? ചൊമ്പ് അയ്യോ കഷ്ടം. പിന്നെ ഓടിച്ച് പുറക്കണ്ട പള്ളിക്കര വെച്ച്. എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഓർമ്മ. ഞങ്ങളെ ചാച്ചന്റെ ഭാര്യയാണ് ലളിതാന്റിയാണ് പോണത്. ലളിതാന്റി പോത്തിനെ അപ്പൊ പോത്തിനെ കെട്ടാൻ വേണ്ടി പോത്തിനെ വിരിക്കാൻ കൊണ്ടുപോയിട്ട് ഇപ്പൊ കെട്ടാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. പാടത്തുനിന്ന് അഴിച്ചിടുന്നതാണ്, പാടത്താരം തുടങ്ങുന്നത്. ഇത് വിന്റർ വാലിക്കാരാണ് ആദ്യം വാങ്ങിച്ചിട്ടുണ്ട്. ഇത്ര ഈ ഇത് പാടം മുഴുവനും നിച്ചൂമിയായി പോയായിരുന്നു. നിച്ചൂമിയായി പോയായിരുന്നു. അപ്പം നിച്ചൂമിക്കാർ പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പൂസിനെ കണ്ട അത് വേഗം ഓടിച്ചു പോ. ഇത്ര ഉള്ളൂ. മറ്റേ പോത്തിനല്ലേ കള്ളന്മാരും ഉണ്ടോ ഇത്? ഞാൻ അപ്രാവശ്യത്തേക്ക് കയറണം. പശു അല്ലാതെ എരുമയാണ്. കണ്ട വിന്റർ വാലി നേരത്തെ വിന്റർ വാലി എന്നാണ് പിന്നെ ഉണ്ടാകുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞ അസിറ്റ് അപ്പൂസിനെ നോക്കി ദേവന് അമ്പഴങ്ങൊന്നുമില്ലല്ലേ ഇപ്രാവശ്യം? അമ്പഴങ്ങ ഉണ്ടായിരുന്നു. പേടിച്ചു പോയി, പെട്ടെന്ന് പേടിച്ചു പോയി ഞാൻ. അയ്യാ മൊത്തം മതി ഇല്ലായിരിക്കും. ആ കുഴിമന്തിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനത്തിന്റെ കുത്തവൻ വൈറ്റ് ലഹോൺ ഉണ്ട്. ബിരിയാണിയുടെ ഒരു മണം. ഉർവശി, മേനക, രംഭ, തിലോത്തമ. ആ രംഭയാണോ? ഇതേ ഈ ശരിക്കിനല്ലേ ഈ ഇതിന്റെ മണം ശരിക്കും ബിരിയാണിയുടെ മണം. നല്ല മണം. അവിടെ കൊണ്ട് എവിടെ ആൾക്കാരൊക്കെ പറിച്ചോണ്ട് പോണേ. അതല്ല അതിന്റെ ഇല കൊണ്ടേ കൊടുക്കും.
ഒരു ബോർഡ് വെക്കി, ബോർഡ് വെച്ചിട്ട് രംഭേനെ കൊടുക്കുന്നുണ്ടെന്ന് എഴുതി വെക്കി. രംഭ ഇവിടെ കിട്ടുന്നതാണ് എന്നും പറഞ്ഞ് എഴുതി വെക്കും. അവൻ മണക്കൻ നീ മണത്തി നല്ല സാധനം ഉണ്ട്. അതെ ഇപ്പൊ ജീനൊക്കെ വീഡിയോ നമുക്ക് എന്റെ ഫോണിട്ടൊന്ന് ബെല്ലടിച്ചേടാ. ബെല്ലടിക്കാൻ പിന്നെ ഞാൻ ആ ചേച്ചി ആ ഫോൺ അങ്ങ് തന്നിട്ട് കുഞ്ഞു കുഴി എവിടെ കൊണ്ടുവച്ചെന്ന് അറിയാം. ഞാനേ നിങ്ങളെ വിളിച്ചിട്ട് അങ്ങോട്ട് മണ്ടൻ കുഞ്ഞു സർട്ടിഫൈഡ് പൊട്ടൻ എന്താ ഞാൻ എവിടെ കൊണ്ടുവച്ചെന്ന് അറിയാൻ പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ചാച്ചൻ്റെ വീട്. ചാച്ചൻ മരിച്ചു പോയി. ചാച്ചൻ്റെ ഫോട്ടോയാണ് കാണുന്നത്. ഇത് ചാച്ചൻ്റെ ഭാര്യ ആൻറ്റി, ലളിതാൻറ്റി. ഫോൺ വിളിക്കണം. അപ്പോൾ ഇവിടെ ഒരു അന്ന കുഞ്ഞുണ്ട്. എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് കിട്ടി? അപ്പം ഞാൻ തിരി അത് ഇറങ്ങി പുറത്ത്. എന്ത് കുഞ്ഞിന് തൊട്ട കടിക്കോ? തൊട്ട മാന്തോ കടിക്കോ? വലിയൊരു കുളമുണ്ടായി. ഈ പരിസരത്തുള്ള എല്ലാ ആൾക്കാരും വന്ന് കുളിക്കണത് ഈ കുളത്തിലായിരുന്നു. നല്ല അത് അടച്ചിട്ട് കുളം. അത് പിന്നെ ഇപ്പം ഈ വലിച്ചാച്ചനൊക്കെ വീട് വെച്ചതിന് ശേഷമാണ് ഇത് ഇങ്ങനെ മൂടിക്കളഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ എല്ലാ ആൾക്കാരും വന്ന് കുളിക്കൂല ഇവിടെ. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു ഇവിടെ. പിന്നെ ഇപ്രാവശ്യം കൃഷിയായിരുന്നു. അവിടെ ഉണ്ടല്ലോ ഇപ്പൊ വെള്ളം, പക്ഷെ ചീത്ത വെള്ളം. ആ വെള്ളം ചീത്തയാണ്. പിന്നെ ഇപ്പം ഈ കുളം മൂടി. പിന്നെ മടിയിലെ കൊണ്ടുപോകാം. അവിടെ നേരത്തെ ആ സെറ്റ് ഇതിൽ നമ്മൾ മേളിൽ നിന്ന് കണ്ടത്. മീൻ പിടിച്ചാൽ പട്ടിക്ക് കൊടുക്കാന്നുള്ളത്. ഇങ്ങോട്ട് ഒരു വലിയ മീനെ കിട്ടി. മീനെല്ലാം എന്തായാലും ആമ. ആമ മീൻ കിട്ടിയ മീൻ പിടിച്ചാണോ? അല്ല ആമയാ. ആ ഞങ്ങളെടുത്ത് അത് അടച്ചിട്ടേ. അപ്പൊ ചൂണ്ട പോയല്ലേ? അതെ അയ്യോടാ, അത് ശരി.
injured. If you were alive, എന്താ ഇവിടെ വന്ന് ഇവിടെ വന്ന് ആ ശരി അമ്മച്ചി എല്ലാത്തിനും പോത്തിനെ കണ്ടും പേടിക്കാതെ എല്ലാം പേടിയാണ്. അമ്മച്ചി എംബാരസ്മെന്റ്